ഹലോ നമസ്കാരം, എന്തെല്ലാം വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് നമ്മൾ പോകുന്നത് വെസ്റ്റ് ബൈയിലോട്ടാട്ടോ. ഇത് മെട്രോൻ്റെ ഓവർ ബ്രിഡ്ജാണ് നമ്മളിപ്പോൾ പാസ് ചെയ്തത്. ഒരുപാട് ബിൽഡിങ്ങുകൾ ഇവിടെ കാണാം കേട്ടോ. ടൊർണോട്ടോ ടവറും അതേപോലെ തന്നെ പാം ടവർ, അങ്ങനെ ഒരുപാട് ഇവിടെയുള്ള ബിൽഡിങ്ങുകളൊക്കെ ഏകദേശം 200 മീറ്റർ ഹൈറ്റ് വരുന്നുണ്ട് കേട്ടോ. ഈ കാണുന്നത് കേട്ടോ അൽവദ ആർച്ച്, ഇത് 20 ഡിഗ്രി ചെരിഞ്ഞാണ് നിൽക്കുന്നത്. ഇത് 2 ആർച്ചുകൾ കൂടി ചേരുന്നതാണ് കേട്ടോ. 2020 ഇതിന് ഒരുപാട് അവാർഡുകൾ കിട്ടിയിട്ടുണ്ട്, ഇൻ്റർനാഷണൽ അവാർഡ്, അതേപോലെ ഒരുപാട് അവാർഡുകൾ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഒരു കാര്യം പറയാൻ പറഞ്ഞു ഇവിടെ, നമുക്ക് 2-3 ഓർഡർ കൊടുക്കാനുണ്ട്. പേൾ ഖത്തറിലാണ് കൊടുക്കാനുള്ളത്. ഈ കാണുന്ന ടവർ കണ്ടില്ലേ, UDC, അവരാണ് പേൾ ഖത്തറിനെ കൺട്രോൾ ചെയ്യുന്നത്. നല്ല ഭംഗിയാട്ടോ ഇവിടെ കാണാൻ. ഇവിടുത്തെ വലിയൊരു മസ്ജിദാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ കസ്റ്റമർ എടുത്തിട്ടുണ്ട്. കസ്റ്റമറിന് സാധനമൊക്കെ കൊടുത്ത് ഇനി നമുക്ക് പോകാനുള്ളത് ലുസൈലിലാണ് സാധനം കൊടുക്കാനുള്ളത്. ഈ കാണുന്നത് ലുസൈൽ പ്ലാസ ടവറാണ് കേട്ടോ. ഏകദേശം 301 മീറ്റർ നീളമുണ്ട്. ബിൽഡിങ് കാണാൻ നല്ല ഭംഗി കേട്ടോ, രാത്രി ലൈറ്റൊക്കെ ഇട്ട് കാണാൻ. അങ്ങനെ കസ്റ്റമർ അടുത്ത് എത്തി, കസ്റ്റമറിന് സാധനമൊക്കെ കൊടുത്ത്. ഇന്ന് എൻ്റെ കൂടെ എൻ്റെ ഫ്രണ്ട് ഉണ്ട്, സിബി, ആലപ്പുഴക്കാരനാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഒരു ഓർഡറും കൂടി കൊടുക്കാണ്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് നമ്മളെ മെട്രോ പോകുന്നത് ഇങ്ങനെ കണ്ടത്. 2-3 സ്ഥലങ്ങളിൽ ഖത്തറിൽ മുകളിലൂടെ പോകുന്നുള്ളൂ കേട്ടോ. ഇത് യൂണിവേഴ്സിറ്റി ഭാഗമാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഖത്തറിൽ നല്ല തണുപ്പാണ്. അപ്പോഴാണ് സിബി പറയുന്നത് അവനൊരു ജാക്കറ്റ് വേണമെന്ന്. അപ്പോൾ ഞങ്ങൾ ഒരു ഷോപ്പിലൊക്കെ കയറി സാധനമൊക്കെ നോക്കി. അപ്പോഴാണ് ഒരു കാഴ്ച കാണുന്നത്, ഒരു പശുവും കുട്ടിയും. ഇങ്ങനെ ഒരു കാഴ്ച ഞങ്ങൾ കാണാറില്ല, ഇതുവരെ കണ്ടിട്ടില്ല കേട്ടോ ഖത്തറിൽ. പിന്നീട് ഞങ്ങൾക്ക് സത്യം മനസ്സിലായി, അത് പശുവല്ല, പശുക്കുട്ടനാണെന്നുള്ളത് കേട്ടോ. അങ്ങനെ അവിടുന്ന് തിരിഞ്ഞപ്പോൾ കേട്ടോ, റോഡ് സൈഡിൽ നല്ല ഫ്രൂട്ട്സ് കച്ചവടമൊക്കെ കേട്ടോ. പണ്ടൊക്കെ ഇങ്ങനെ ഖത്തറിൽ കാണായിരുന്നു, ഇപ്പോൾ ഒക്കെ വളരെ കുറവാണ്. ഈ ഏരിയയിൽ കൂടുതലും അജ്നബികൾ കേട്ടോ. തണുപ്പൊക്കെ ആയതുകൊണ്ട് അവിടുന്ന് ഒരു ചായയൊക്കെ കുടിച്ച് ഞങ്ങൾ ഇറങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. അപ്പോൾ ഓക്കെ, ബൈ ബൈ. നിങ്ങളുടെ സ്വന്തം നിസാം വയനാട്.